ഹലോ, ഞാൻ ഗോൾഡിൽ നിന്നുള്ളൊരു സിലിണ്ടർ എടുത്തായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ആ സിലിണ്ടർ എടുത്തതെന്നുള്ളൊരു വീഡിയോ ആണിത്. പ്രൈസ് 1 hourly ചാർട്ടിൽ നോക്കി കഴിയുമ്പോൾ 1100 എന്നുള്ള റീജിയണിൽ പ്രൈസ് ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. അതിൻ്റെ താഴെ വരും 65 വരെ താഴെ വരും, അതിൻ്റെ വീണ്ടും മുകളിൽ പോകും. സോ ഈ 5 minutes ചാർട്ടിൽ നമുക്ക് കാണുന്നത് ഇവിടെ ഈ ലെവലിൽ എപ്പോൾ ടാപ്പ് ചെയ്താലും ബയേഴ്സ് ആക്റ്റീവായിട്ട് മേളിലോട്ട് പ്രൈസ് കൊണ്ടുപോകുന്നതാണ് കാണുന്നത്. പക്ഷേ എപ്പോൾ ഇവിടെ ടാപ്പ് ചെയ്താലും ഇവിടെ നിന്ന് സെല്ലേഴ്സ് അഗ്രസീവായിട്ട് താഴേക്ക് കൊണ്ടുവന്നത് കാണാം. അപ്പോൾ ഇതൊരു കൺസോൾട്ടേഷൻ ആണെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ ഇവിടെ എപ്പോൾ വന്നാലും വീണ്ടും ബയേഴ്സ് ആക്റ്റീവായി, ഇവിടെ എപ്പോൾ വന്നപ്പോൾ സെല്ലേഴ്സ് ആക്റ്റീവായി. സോ അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പ്രൈസ് ഒരു ലോവർ ലോ ഉണ്ടാക്കി, ഇവിടെ ഒരു ലോവർ ഹൈ ഉണ്ടാക്കി, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ലോവർ ലോ ഉണ്ടാക്കി, വീണ്ടും ഒരു ലോവർ ഹൈ ഉണ്ടാക്കി. ആ ലോവർ ഹൈ ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഞാൻ വെയിറ്റ് ചെയ്തത് പുതിയൊരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യാനാണ്. പുതിയൊരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു. ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ ക്ലോസ് ചെയ്തപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന ആ ബയേഴ്സിൻ്റെ അത്രയും പ്രഷർ ഇവിടെ കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു സിലിണ്ടർ എടുത്തു. സിലിണ്ടർ എടുത്തിട്ട് ഞാൻ ടാർഗറ്റ് ചെയ്തത് ഏകദേശം ഒരു ബൈയിങ് പ്രഷർ അടുത്ത് ബൈയിങ് പ്രഷർ വരുന്ന റീജിയനാണ് ഞാൻ ടാർഗറ്റ് ചെയ്തത്. അത് ഒബ്വിയസ്ലി ഒരു 5000 റീജിയനിലായിരുന്നു ഞാൻ ടാർഗറ്റ് ഇട്ടത്. പക്ഷേ അതിന് മുന്നേ നമ്മൾ ബൈയിങ് പ്രഷർ ചെറുതായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കാമെന്നുള്ളൊരു മൈൻഡിലായിരുന്നു ഇരുന്നത്. കാരണം 4 hourlyയും 1 hourlyയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ബുള്ളിഷാണ്. ഭയങ്കര അഗ്രസീവായിട്ടാണ് ബയേഴ്സ് പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ട്രേഡിൻ്റെ ഹിസ്റ്ററി. 5068 ഞാൻ എൻ്റർ ചെയ്തത്, 5021 ഞാൻ എക്സിറ്റ് ചെയ്തത്. സോ പ്രൈസ് ഇത്രയും ബുള്ളിഷായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഇപ്പോൾ ഓരോ പുൾ ബാക്സിലും ബയേഴ്സ് അഗ്രസീവായിട്ട് മേളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. സോ നമ്മൾ ചെറിയ മൂവ്മെൻറ്റ് ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ റിസ്ക് എടുക്കുന്നത്. സോ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല ഇങ്ങനത്തെ ചെറിയ ഒരു മൂവ്മെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യാൻ. കാരണം നമ്മൾ ട്രെൻഡിനോടനുസരിച്ച് ഫ്ലോ ചെയ്യുക. സോ താങ്ക് യു.